ബ്രേക്ക്ഫാസ്റ്റ് എന്നതാ നല്ല പത്തിരി ചിക്കൻ കറിയൊക്കെയാണ് ദോക്ക് കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ ഞാനും കഴിക്കണുണ്ട്. കാരണം ഇപ്പം ആദ്യത്തെ പോലെയല്ലല്ലോ, ഓക്ക് മാത്രം പോയാൽ പോരാ, എനിക്ക് കൂടെ പോകണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെ അയൺ ചെയ്ത് വെച്ച് ഓളെ റെഡിയാക്കി. പിന്നെ ക്യാമറ കണ്ട ഓക്ക് കുറച്ച് കോപ്രായം കൂടുതലാണ്. അങ്ങനെ ഓള് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും എനിക്ക് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും. പിന്നെ പോണേൻ്റെ മുമ്പ് ഞാൻ എന്തെങ്കിലും കനത്തിൽ കഴിക്കും, കാരണം ഞാൻ ലഞ്ച് കൊണ്ടുപോകില്ല. എന്നിട്ട് ഞാനിങ്ങനെ നടന്ന് പോകും. എനിക്കിഷ്ടമായിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് പോകാൻ. വീട്ടിൽ കൊണ്ടാക്കി തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ നടന്നേ പോവുള്ളൂ. എൻ്റെ വീട്ടിലാണെങ്കിലേട്ടേ നടക്കുള്ളൂ, മറ്റോടത്തുനിന്ന് കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അത് എന്നോട് കൂട്ടിയാൽ കൂടൂല. എന്നിട്ട് ഞാൻ വന്നിട്ട് ഐശ്വര്യമായിട്ട് അവിടെ തുറക്കും. നടന്നൊക്കെ പോരുന്നതുകൊണ്ട് തന്നെ വരുമ്പോഴത്തേന് വീർത്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ വന്ന ഉടനെ തന്നെ AC ഓൺ ചെയ്യും. പിന്നെ നമ്മളെ ചവിട്ടി, ഇവിടെ പട്ടിശല്യം നല്ലോണം ഉണ്ട്. അപ്പൊ പിന്നെ പോകുമ്പോ ഈ ചവിട്ടി ഉള്ളുക്ക് എടുത്തിട്ട് പോലാണ്. വന്നിട്ട് ഞാനെടുത്ത് പുറത്തേക്ക് ഇടും. പിന്നെ നമ്മളെ ബോസ് നാട്ടിലുണ്ടെങ്കിൽ പിന്നെ ഞാൻ കാത്തിരിക്കും ബോസിന്റെ വരവിന് വേണ്ടിയിട്ട്. ഞാൻ ഇതിന്റെ മുമ്പ് വേറെയും സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. നല്ല ഡിഫറൻസ് ഉണ്ട്, എനിക്ക് ഇഷ്ടമായിട്ടോ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞങ്ങൾ രണ്ടാളും ഇരുന്നിട്ട് തലേ ദിവസം എൻക്വയറി വന്ന് ഫോളോ അപ്പ് ചെയ്യും. കുറേ ആൾക്കാർക്ക് കൊട്ടേഷൻസ് അയച്ചു കൊടുക്കാണ്ടാവും, കുറേ കസ്റ്റമേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാണ്ടാവും. അങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഈ മുതലാളിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, മുതലാളി ആദ്യം തന്നെ പെരയെ മാത്രം സഹിച്ചാൽ മതിയെന്ന്, ഇപ്പോൾ ഇവിടെ ഷോപ്പിലും കൂടി ഇന്നെ സഹിക്കേണ്ട ഒരു അവസ്ഥയാണ്. പിന്നെ ചെയ്യണ പണി ആനന്ദകരമാക്കാൻ ഇങ്ങനത്തെ ഓരോ പരിപാടി ഉണ്ട്. ഇതിലിടക്ക് കസ്റ്റമേഴ്സിന്റെ ഷോറൂം വിസിറ്റ് ഒക്കെ നടക്കട്ടോ, അതൊക്കെ അതിന്റെ ഇടയ്ക്ക് നടക്കും. വൈകുന്നേരം വരെ ഇരിക്കില്ല. അപ്പൊ വൈകുന്നേരം ആകുമ്പോൾ ഒരു വണ്ടിയിൽ കയറി കുത്തിരിക്കണാട്ടി സുഖം ഒന്ന് കാലോടുന്നതാണ്. ഒന്ന് ഊരെ നിർത്താനും ഒന്ന് കാലോടാനൊക്കെ പൂതിയാവും. അപ്പൊ പിന്നെ തിരിച്ച് വീട്ടിൽക്കും അധികം നടക്കലാണ്. വൈകുന്നേരം വീട്ടിലെത്തിയ പിന്നെ തീറ്റയാണ്. കറി രസമുണ്ടോ കൂട്ടാണ്ടോ എന്നൊന്നുള്ള ഒരു മേച്ചറല്ല, എനിക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടണം. അത് കണ്ടറിഞ്ഞാണ്ട് തന്നെ എന്റെ അമ്മ എന്തെങ്കിലും കാര്യമായിട്ട് കരുതിയും വെച്ചിട്ടുണ്ടാവും. ഞാൻ വരെ 6 മണി കഴിയും. ഒരു 3:30 ഒക്കെ ആകുമ്പോഴേക്ക് എത്തിയിട്ട് ഓളെ ഫ്രഷ് ആവലും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കളിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഞാൻ വന്ന് എന്റെ തീറ്റയും കഴിഞ്ഞിട്ടാണ് ഓളെ ഉണർത്തുക. പിന്നെ മുതലാളി നാട്ടിലെത്തിയെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇനിയിപ്പോ കെട്ടിയിട്ട് അങ്ങോട്ട് പോവണം. അത് കുറച്ചൊരു ടാസ്ക് ആണ്, എന്നാലും ഇതൊക്കെയല്ലേ ജീവിതം. അപ്പൊ ഓക്കെ, ബൈ.